ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു വിവാദ നായകനാണ്. ലെറ്റ്സ് വെൽക്കം അജിൻ. അങ്ങനെയുള്ള ബാഡ് കമന്റ്സുകൾ എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂവർ എന്ന രീതിയിൽ നേരിടുന്നത്? ഏതോനോ ഇരുന്ന് എഴുതുന്നു, നേരിട്ട് ചോദിക്കത്തില്ലല്ലോ ആരും. അങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസും വെട്ടാൻ വന്നിട്ടുണ്ട്. ഇപ്പൊ മഴതോരും മുമ്പേ എന്ന് പറഞ്ഞ ഇപ്പൊ അവാർഡ് കിട്ടി ഹിറ്റ് സീരിയലിന്റെ ഒരു ഭാഗമാണ്. അതിലെന്താ ക്യാരക്ടർ എന്തുവാ? പ്രംഗനാഥനും ഇപ്പൊ കെന്നും ആ ചാട്ടിനൊക്കെ ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ടല്ലോ, അവരെഴുതുന്നു, അവർ ഡയറക്ട് ചെയ്യുന്നു, അവരഭിനയിക്കുന്നു. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയി, അതുപോലെയൊക്കെ ചെയ്യണോടാ എന്നൊക്കെ തോന്നും. ട്രോളിങ് അല്ലല്ലോ അല്ലേ? ഈ ഫ്രീ ടൈമിൽ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്തുവാ? കിടന്നുറങ്ങുക, റീൽസ് കാണുക, വായി നോക്കുക. நான் ஏதோ சொல்லணும் நீங்க எதிர்பார்க்கீங்களா? இங்க எவ்வளவு அழகு. நான் இத சொல்லி ஆகணும். இங்க எவ்வளவு இவ்வளவு நீ உங்கள்ட்ட ചോദിക്കണം. இந்த காலத்துல எப்படிதான் வந்து நல்ல பையனை கிடைக்கிறது? ஐ மீன் கிடக்கு. நோ, உங்களை நான் அண்ணன் மாதிரி பாக்குறேன். நோ அண்ணன். ഓളുടെ ചാമ്പക്ക ചുണ്ടും നല്ല ചെമ്പഴുക്ക മൂക്കും, ഓളുടെ ചാമ്പക്ക ചുണ്ടും നല്ല ചെമ്പഴുക്ക മൂക്കും, എന്റെ ചങ്കുടച്ച് മുളകിട്ട് വെച്ചൊരു മുഹബത്തച്ചാറ്, എരിയും മുഹബത്തച്ചാറ്, എരിയും മുഹബത്തച്ചാറ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. സീരിയൽ ടൂറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് അപർണയാണ്. നമസ്കാരം. ഹലോ. ഒരു കുട്ടിത്താരം അല്ലേ? ഞാൻ കേട്ടൊരു കഥയുണ്ട്. 8-ാം വയസ്സിൽ അഭിനയം തുടങ്ങി, ഷോർട്ട് ഫിലിമിലൂടെ തുടങ്ങി, പിന്നെ സീരിയലിലോട്ട് വരുന്നു. അഭിനയം തന്നെ ആയിരുന്നു പണ്ട് മുതൽക്കേ ഇഷ്ടം? അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അഭിനയിക്കാൻ. അത് ആരെ കണ്ടിട്ട് ഒരു ഇൻസ്പയർഡ് ആയത്? ഞാൻ ഡാൻസ് പഠിക്കുമായിരുന്നു. അപ്പോൾ ഡാൻസ് ടീച്ചറിൻ്റെ ഹസ്ബൻഡ് റൈറ്ററാണ്. അപ്പോൾ അങ്കിളിൻ്റെ അവിടെ ചെല്ലുന്ന സമയത്ത് ചില സമയത്ത് ഏതെങ്കിലും സീരിയൽ ആക്ടേഴ്സും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഭയങ്കര കൊള്ളാലോ. പിന്നെ എനിക്ക് ഡാൻസ് കളിക്കുമ്പോൾ ആക്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ എക്സ്പ്രഷൻ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ. അഭിനയിക്കുന്നുള്ളത് കൊണ്ട് ഡാൻസ് ചെയ്യാൻ ഇഷ്ടം. അതിനിടയിൽ അഭിനയിക്കാൻ വരില്ലേ. പിന്നെ ഞാൻ നോക്കുമ്പോൾ മമ്മൂക്കയൊക്കെ സിനിമയിലാകുമ്പോൾ നമ്മൾ അവരഭിനയിക്കണാകുമ്പോൾ നമ്മൾ ചിലപ്പം ചിരിക്കുകയും കരയൊക്കെ ചെയ്യും. ആ ഒരു പരിപാടി ഇല്ലേ, നമ്മൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. ഫസ്റ്റ് സീരിയൽ ഏതായിരുന്നു? സംഗമം എന്ന് പറഞ്ഞിട്ട് അതായിരുന്നു എൻ്റെ ഫസ്റ്റ് സീരിയൽ. ഒരു കുഞ്ഞു പോർഷനായിരുന്നു. ഈ ഫസ്റ്റ് ക്യാമറയ്ക്ക് മുന്നിൽ നിന്നപ്പോൾ പേടിയോ വിറയലോ വല്ലതും ഉണ്ടായിരുന്നോ? അങ്ങനെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ ആയിരുന്നു. അപർണയ്ക്ക് സീരിയലിനേക്കാൾ ഏറ്റവും ഇഷ്ടം സിനിമയല്ലേ? സിനിമയിൽ അഭിനയിക്കാനാ? അതിനായിട്ടാണോ ഈ സീരിയലിൽ വന്നത്? അല്ല, ഞാൻ സീരിയലിൽ ചെറുപ്പത്തിൽ വന്നത് ഇങ്ങനെ അങ്കിള് അങ്ങനെ റൈറ്റർ, ഐ മീൻ ഡാൻസ് ടീച്ചറിൻ്റെ ഹസ്ബൻഡ് റൈറ്റർ ആയിരുന്നു. അപ്പം അങ്ങനെ അങ്കിള് കൊണ്ടുവന്നതാ സത്യത്തിൽ സീരിയലിലോട്ട്. പിന്നെ അതിനുശേഷം എനിക്ക് സിനിമയോടായി ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഇപ്പം ഇത് സീരിയലിലോട്ട് പിന്നെ റീ എൻട്രി ആവുന്നത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയൊരു ഓഫറാണ്. അതേ സീരിയലായിരുന്നു? എനിക്ക് ഫസ്റ്റ് വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മഞ്ഞിൽ വിരിഞ്ഞു പോവ്. അതിലൊരു ചെറിയ ഇപ്പൊ മഴതോരും മുമ്പേ എന്ന് പറഞ്ഞ ഇപ്പൊ അവാർഡ് കിട്ടി ഹിറ്റ് സീരിയലിന്റെ ഒരു ഭാഗമാണ്. അതിലെന്താ ക്യാരക്ടർ എന്തുവാ? ശരണ്യ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. അത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നൊരു ക്യാരക്ടറാണ്. ഞാൻ വേറെ സീരിയലൊന്നും വന്ന സമയത്ത് ചൂസ് ചെയ്യാത്തത് എന്തായാലും നന്നായി എന്ന് തോന്നിയത് ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ്. ഭയങ്കര ഞാൻ ഇതുവരെ ചെയ്തതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായ ഒരു പരിപാടിയാണ്. മുമ്പ് ഒരു കുട്ടിത്തൊക്കെ ഉള്ള പരിപാടിയാണെങ്കിൽ ഇത് ഇച്ചിരി വേറൊരു കുറച്ചും കൂടി ഇമോഷൻസ് ക്യാരി ചെയ്യുന്ന ഒരു ക്യാരക്ടർ. എന്താ ക്യാരക്ടറാണ്? അതിലൊരു വില്ലൻ ഉണ്ട്, ഹരി എന്ന് പറഞ്ഞിട്ട്. ആ ഹരിന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടായിരുന്നു. അപ്പോൾ ഗേൾ ഫ്രണ്ട് മാറി കൂട്ടത്തോടെ പീഡിപ്പിച്ചു. അപ്പം അങ്ങനെ പോകുന്നൊരു ക്യാരക്ടർ. അപ്പൊ കണ്ടിരിക്കാനൊരു ഇതായിരിക്കും അല്ലേ ആളുകൾക്ക്? വിഷമോ എല്ലാം വരും. ഈ ക്യാരക്ടറൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ സ്വാഭാവികമായിട്ട് അമ്മമാരാണല്ലോ സീരിയലിലെ കൂടുതൽ പ്രേക്ഷകര്. അപ്പൊ ഇതൊക്കെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഞാൻ മുമ്പ് സൂര്യ ടിവിയിലൊരു സീരിയൽ ചെയ്യുമായിരുന്നു, മാംഗല്യം തന്തുനാന എന്ന് പറഞ്ഞിട്ട്. ആ ആമിനി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് കുറേ റെസ്പോൺസ് ഇങ്ങനെ വെളിയിൽ ഇറങ്ങുമ്പോൾ കിട്ടുമായിരുന്നു എനിക്ക്. അതെന്താ എനിക്കറിയില്ല. ആ ക്യാരക്ടർ അങ്ങനെ ഒരു ക്യൂട്ട് ബബ്ലി ക്യാരക്ടർ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെനിക്ക് ഭയങ്കര ഒരു വേറൊരു കൈൻഡ് ഓഫ്
റെസ്പോൺസ് ആയിരുന്നു കിട്ടിയത്. ഇപ്പം ഞാൻ ഈ സീരിയൽ ചെയ്തതിന് ശേഷം അങ്ങനെ വെളിയിൽ ഇറങ്ങാറില്ല, അപ്പോൾ അതുകൊണ്ട് പുറത്തുള്ള റെസ്പോൺസ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഇൻബോക്സ് ഒക്കെ വരാറുണ്ട്, നല്ല അഭിനയം, അയ്യോ ഇനി ഹരിശങ്കറിന്റെ കൂടെ പോവല്ലേ എന്നൊക്കെ അങ്ങനെയൊക്കെ വരും. അപ്പോൾ എനിക്ക് സന്തോഷം തോന്നും, ഓക്കെ കാണുന്നുണ്ടല്ലോ, അക്കൗണ്ട് കണ്ടുപിടിച്ച് വരുന്നുണ്ടല്ലോ, അങ്ങനെയൊക്കെ തോന്നും. ഇപ്പൊ സിനിമയിൽ ഇപ്പൊ ഒരു അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടി, ഏത് നടന്റെ കൂടെ അഭിനയിക്കണമെന്ന് ഏറ്റവും ഇഷ്ടം? എനിക്ക് മുമ്പ് ഉണ്ടായിരുന്നു ചേട്ടാ, ഇന്ന നടന്റെ കൂടെ അഭിനയിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ വളർന്നപ്പോൾ എനിക്ക് അങ്ങോട്ട് അതങ്ങ് മാറി. എനിക്കിപ്പോൾ ചില ഡയറക്ടേഴ്സിനെ കാണുമ്പോൾ ഡയറക്ടേഴ്സിൻ്റെ മൂവിയിൽ അഭിനയിക്കണം. ഇപ്പോൾ സ്പെഷ്യലി ഇപ്പോൾ തമിഴിലൊരു ഇതുണ്ടല്ലോ, ഇപ്പോൾ പ്രദീപ് രംഗനാഥനും ഇപ്പോൾ കെന്നും ആ ചേട്ടനൊക്കെ ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ടല്ലോ, അവരെഴുതുന്നു, അവർ ഡയറക്റ്റ് ചെയ്യുന്നു, അവരഭിനയിക്കുന്നു. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ, അയ്യോ അതുപോലെയൊക്കെ ചെയ്യണോടാ എന്നൊക്കെ തോന്നും. ഈ എഴുത്തൊക്കെ ഇഷ്ടമാണോ? എനിക്കിഷ്ടമാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഇടയ്ക്ക് എനിക്കൊരു കോൺഫിഡൻസ് കുറവ് ഉണ്ടായിരുന്നു, കൊണ്ടതൊന്നും പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട്. അതങ്ങനെ തോന്നാൻ കാരണം എന്തുവാ? ഞാൻ ചെറുപ്പത്തിൽ എഴുതി നോക്കിയപ്പോൾ എനിക്കത്ര വർക്കായില്ല. പിന്നെ എനിക്കിപ്പോൾ വീണ്ടും തുടങ്ങി, ഓക്കെ എഴുതാം, അവർക്കൊക്കെ എഴുതാൻ വെച്ചാൽ നമുക്ക് എന്തുകൊണ്ട് എഴുതിക്കൂടെ, നല്ല സമയം എടുത്ത് എഴുതാം, നമ്മൾ എത്ര ബ്രില്യൻറ്റ് നമുക്ക് സമയം എടുത്ത് എഴുതാം, നല്ല കോണ്ടന്റുകൾ എഴുതാം, അങ്ങനെ ചുമ്മാ എഴുതി നോക്കാം, അങ്ങനെ തോന്നും. അപ്പൊ അഭിനയം മാത്രമല്ല ലക്ഷ്യം? അല്ലല്ല, ഞാൻ തന്നെ എഴുതി, ഞാൻ തന്നെ സംവിധാനം ചെയ്ത് അങ്ങനെ ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ അഭിനയിക്കണം, നമുക്ക് അങ്ങനെ കാണണം, നമുക്ക് ആഗ്രഹം തോന്നും ചേട്ടാ. പക്ഷെ അതൊക്കെ പോസിബിൾ ആവണമെന്നൊന്നും പറയണില്ല. പക്ഷെ ഡയറക്ടർ ആവണമെന്നും റൈറ്റർ ആവണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. നമുക്ക് മുമ്പ് തന്നെ ഒരുപാട് റിജക്ഷൻസ് കിട്ടിയിട്ടുണ്ട്. ഹീറോയിൻ അവളെ ലുക്കൊന്നുമില്ല, ഫെയർ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്. നമ്മൾ അറിയും, നമ്മളിപ്പോ കൊണ്ടുപോകുന്ന ആൾക്കാർ വഴി നമ്മൾ അറിയും റിജക്ഷൻ ആണെന്നൊക്കെ. എത്രയോളം ഓഡിഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്? ഞാൻ മുമ്പ് ഇങ്ങനെ ഒരുപാട് പേരുള്ള ഓഡിഷൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. ഇപ്പൊ ക്ലോസ് ഓഡിഷൻസ് ആണ് അറ്റൻഡ് ചെയ്യാറ്. അറ്റൻഡ് ചെയ്യുമ്പോഴും റിജക്ഷൻ കിട്ടാറുണ്ട്. റിജക്ഷൻസ് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്, നേരിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ പറഞ്ഞവരുടെ മുന്നിൽ തിരിച്ചു പോയി അഭിനയിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഇല്ല, പക്ഷെ ഒരു സംഭവം ഉണ്ടായിട്ട് റീസെന്റ്, അത് ഭയങ്കര കോമഡി. എന്നെ റിജക്ട് ചെയ്ത് വിട്ടു. അപ്പൊ ഞാൻ റിജക്ട് ചെയ്യപ്പെട്ടു എന്ന് ഞാൻ അറിഞ്ഞു. എനിക്ക് അങ്ങനെ ഒരു ഹീറോയിൻ ലുക്ക് എന്നൊക്കെ വെച്ച് എന്നെ റിജക്ട് ചെയ്ത് വിട്ടു. പക്ഷെ എന്താണെന്നറിയില്ല, പിന്നെ തിരിച്ച് കറങ്ങി അത് എന്നിൽ തന്നെ വന്നു. പക്ഷെ വന്ന സമയത്ത് എനിക്ക് ഡേറ്റ് ഇല്ലാണ്ടും അത് വിടേണ്ടി വന്നു. അതെനിക്ക് കോമഡി ആയിട്ട് തോന്നി. പക്ഷെ ഈ പഠിത്തവും ഈ അഭിനയം കൂടെ എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകുന്നത്? ഞാൻ ഡിസ്റ്റന്റ് ആയിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ കുഴപ്പമൊന്നുമില്ല, പ്രത്യേകിച്ച് പഠിക്കാനൊക്കെ മിടിക്കുക? അത്ര മിടിക്കൊന്നുമില്ല, അല്ല എന്നാലും കുഴപ്പമില്ല. അപ്പൊ ഈ ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് ഈ കോളേജിലൊന്നും പോയി പഠിക്കണമെന്നൊന്നും ആഗ്രഹമില്ല? ഫ്രണ്ട്സ് ഒന്നും വേണ്ട? ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നല്ലേ സ്കൂളിൽ പഠിക്കുമ്പോൾ? ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ഇല്ല? അങ്ങനെ വലിയ ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ല, വളരെ ചുരുക്കം, ഇങ്ങനെ കയ്യിൽ എണ്ണ അത്രേ ഉള്ളൂ. എനിക്ക് സാധാരണ ഈ അപർണയുടെ ഒക്കെ പ്രായത്തിലുള്ളവർക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ അവരിൽ നിന്ന് എന്തുകൊണ്ട് അപർണ വ്യത്യസ്തമായി മാറി? വ്യത്യസ്തം അങ്ങനെയൊന്നുമില്ല. ഞാൻ ഭയങ്കര കമ്പനി ആയിട്ട് സംസാരിക്കണമെങ്കിൽ എനിക്ക് അങ്ങനെ എല്ലാവരുടെ അടുത്തും അങ്ങനെ ചാടിക്കറി കമ്പനി എടുത്ത് സംസാരിക്കാൻ എനിക്ക് പറ്റാറില്ല, ചെറുപ്പം മുതൽ അങ്ങനെ തന്നെ. അപ്പോൾ എനിക്ക് എന്താ പറയാ, ഭയങ്കര കമ്പനി ആയിട്ട് സംസാരിക്കണമെങ്കിൽ എനിക്കൊരു സേഫ് സോൺ വേണം. അതങ്ങനെ എല്ലാവരോടും എനിക്ക് തോന്നാറുമില്ല. അതുകൊണ്ട് അങ്ങനെ ഡെയിലി കോണ്ടാക്ട് വയ്ക്കുന്ന ഫ്രണ്ട്സ് അധികം ഇല്ലാന്നേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പം എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ, അങ്ങനെ ഇപ്പം എനിക്ക് എന്തെങ്കിലും ആവശ്യം, അങ്ങനെയുള്ള ഫ്രണ്ട്സുകൾ ഉണ്ടെങ്കിൽ വളരെ ക്ലോസ് ആയിട്ടുള്ളത് വളരെ കുറച്ച് പേരുള്ളൂ, അത്രേ ഉള്ളൂ. ഇപ്പൊ കോളേജ് ലൈഫ് ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ടല്ലോ, ഏറ്റവും വലിയ ഡ്രീം അല്ലെ എയിം എന്തായിരിക്കും? എനിക്ക് സത്യം പറഞ്ഞ സിനിമ തന്നെ അറിയാം, ഡ്രീം. അഭിനയിക്കണം? എനിക്ക് അഭിനയിക്കണം. ഏത് റോള് ചെയ്യാൻ ഏറ്റവും ഇഷ്ടം? നെഗറ്റീവ് ഓർ പോസിറ്റീവ്, അല്ലെങ്കിൽ ഒരു വില്ലത്തി? വില്ലത്തി ചെയ്യണമെന്ന് ഭയങ്കര ഇഷ്ടമാണ്. അത് എനിക്ക് പെൺപിള്ളേരെ വില്ലത്തി പരിപാടി ചെയ്ത് കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അതിപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്കിപ്പം എഴുതിയിട്ട് എനിക്ക് തന്നെ അഭിനയിക്കുമ്പോൾ ചിലപ്പോൾ പ്രൊഡക്ഷൻ റിജക്റ്റ് ചെയ്യാം. പക്ഷെ ഞാൻ വിചാരിക്കുന്നത്, ഞാനിപ്പോൾ എഴുതിയിട്ട് അങ്ങനെ ഒരു സബ്ജക്റ്റ് കൊണ്ടുവന്ന് അങ്ങനെ സിനിമ ആക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ഫീമെയിൽ ലീഡിനെ വെച്ചിട്ട് അങ്ങനെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എപ്പോഴും. ഒരു പക്ക വില്ലത്തി സാധനം പിടിക്കണം, അങ്ങനെ ഒരു ത്രില്ലിംഗ് പരിപാടി കൊണ്ടുപോകണം എന്നൊക്കെ തോന്നാറുണ്ട്. മമ്മൂട്ടിയാണോ ദുൽഖറാണോ മോഹൻലാലാണോ ഇഷ്ടം? മമ്മൂക്ക. കാരണം ചെറുപ്പത്തിൽ ഇങ്ങനെ അഭിനയിക്കണം തോന്നുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മമ്മൂക്കിനെ കണ്ട സിനിമ കണ്ട് എനിക്ക് അഭിനയിക്കണം എന്ന് ആത്മാർത്ഥമായി തോന്നുന്നത്. അപ്പോൾ മമ്മൂക്ക. ഏത് സിനിമയും മമ്മൂക്കയുടെ കണ്ട് ഇഷ്ടപ്പെട്ടത്? ചെറുപ്പത്തിൽ ഇങ്ങനെ കുറേ സിനിമകൾ ചേട്ടന്മാർ കാണിക്കും, തെലുങ്ക്, തമിഴ്, അപ്പം എന്താ ഭാഷയൊന്നും അറിയില്ല, അങ്ങനെ ചുമ്മാ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമെങ്കിലും മമ്മൂക്കേൻ്റെ സിനിമ ഏതൊക്കെയോ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ചെറുപ്പത്തിൽ ഇങ്ങനെ മമ്മൂക്ക കരയുമ്പോൾ ഞാനും ഇങ്ങനെ കരയും. എനിക്ക് ആ ഒരു ഫീലിംഗ് എനിക്ക് മമ്മൂക്കയിലെ കണക്ഷൻ ഉണ്ട്. അങ്ങനെ ഒരു പരിപാടി കിട്ടി.
ഇപ്പൊ പിന്നെ എനിക്ക് നമ്മൾ അഭിനയിച്ച് ഇപ്പോൾ ആൾക്കാർ കരയും സന്തോഷിക്കും ഒക്കെ കാണുമ്പോൾ നല്ല ഫീലിംഗ്, നല്ല അടിപൊളി പരിപാടിയാണല്ലോ എന്നൊക്കെ. മമ്മൂക്ക നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു ചാൻസ് കിട്ടിയാൽ ആദ്യം മമ്മൂക്കയോട് പറയുന്നത് എന്തായിരിക്കും? എന്നെ ഏറ്റവും കൂടുതൽ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് നിങ്ങളാന്ന് പറയും. ഇഷ്ടപ്പെട്ട ഫുഡ് എന്തുവാ? എനിക്ക് ചെന്നൈയിലെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. ആണോ? ആ, എന്താ സ്പെഷ്യൽ? എന്തോ ഇവിടുത്തെ ബിരിയാണി, ചെന്നൈയിലെ ബിരിയാണി? എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല കേട്ടോ. എനിക്ക് ചെന്നൈയിലെ ബിരിയാണി ഭയങ്കര ഇഷ്ടം. ചെന്നൈ പോയി കഴിക്കും. ആ, ഇവിടുത്തെ ഫുഡ് എന്ത് ഏറ്റവും ഇഷ്ടം? ഫുഡ് അങ്ങനെയൊന്നുമില്ല. സദ്യ ഇഷ്ടം. ഏതാ? സദ്യ. സദ്യ ഇഷ്ടം. ആ, പിന്നൊരു കാര്യം, എന്റെ കഥയോട്ടം എന്ന് പറഞ്ഞൊരു സിനിമ വരുന്നുണ്ട്, പോയി ആണോ? യാ. ആരാ അഭിനയിക്കുന്നത്? എനിക്ക് ഋഷി എന്ന് പറഞ്ഞൊരു ചേട്ടനാണ് അഭിനയിച്ചേക്കുന്നത്. ഓക്കെ. അപ്പം ഒരു കൊച്ചു പരിപാടിയാണ്, പക്ഷെ നല്ലൊരു പരിപാടിയായിരിക്കും. ചേട്ടൻ ഇത്രയും പേര് ഇന്റർവ്യൂ ചെയ്തു. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്റർവ്യൂ ചെയ്യുകയാണെന്ന് വെക്കാം. ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾ പേടിക്കുമോ? ചോദിച്ചേ. ഗൈസ്, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു വിവാദ നായകനാണ്. എന്ത് ഇന്റർവ്യൂ എടുത്താലും ഇങ്ങനെയുള്ളൊരു സബ്ജക്റ്റ് നമുക്കൊരു തീപ്പൊരു സബ്ജക്റ്റാക്കി എടുക്കുന്ന മലയാളത്തിലെ ഒരു പ്രമുഖ ഇന്റർവ്യൂവറാണ് നമ്മൾ ഇന്ന് ഇന്റർവ്യൂ എടുക്കാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം അജിയൻ. സുഖാണോ? സുഖമായിട്ടിരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. എല്ലാത്തിനും സുഖമാണല്ലോ. സാധാരണ ഇപ്പം റിപ്പീറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ഇപ്പോൾ ആൻസർ തന്നത്. പക്ഷെ അതേസമയം നിങ്ങൾ ഇന്റർവ്യൂസ് നമ്മൾ പ്രേക്ഷകർ കാണുമ്പോൾ അങ്ങനെ ഒരു റിപ്പീറ്റ് ആയിട്ടുള്ള ആൻസർ കൊടുക്കാനുള്ള ഒരു സ്പേസും നിങ്ങൾ കൊടുക്കാറില്ലല്ലോ. എന്തുകൊണ്ടാണ് ഇത്രയും? എങ്ങനെയാണ് ഇവിടെ നിന്നാണ് ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കുന്നത്? തന്നെ തോന്നുന്നതാ സ്പോട്ടില്? എങ്ങനെയാണ് ഇത്ര കോണ്ടന്റ് ഉള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്? ബാഡ് കമന്റ്സ് കാണാറുണ്ട്, ഏതാ ഇവൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ അപർണ കണ്ട ബാഡ് കമന്റ്സ് ഒന്ന് പറഞ്ഞു എന്നെ പറ്റി. ഞാൻ ഇപ്പോഴാണ് മുമ്പ് വായിച്ചതാ. പറയോ, രണ്ടെണ്ണം പറ. അല്ല, ഓർത്ത് വെക്കാൻ പറ്റുമോ? അപ്പൊ അങ്ങനെ ഒരുപാട് ബാഡ് കമന്റ്സ് നേരിടാറുണ്ട് എന്ന് അറിയാം. ഈ ഇന്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് അറിയാം, ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവാം. അങ്ങനെയുള്ള ബാഡ് കമന്റ്സുകൾ എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂവർ എന്ന രീതിയിൽ നേരിടുന്നത്? നമുക്ക് ചിലപ്പോൾ നാളെ വേറൊരു ഇന്റർവ്യൂ എടുക്കുമ്പോൾ ഈ ബാഡ് കമന്റ്സ് കാണുമ്പോൾ നമുക്കുള്ളിലൊരു പേടി ഉണ്ടാവും. നാളെ എന്താ ഇത്, ചിലപ്പോൾ അങ്ങനെ തോന്നാം. ഒരു തുടക്കക്കാരൻ സമയത്ത് ചിലപ്പോൾ തോന്നിയിരിക്കാം. ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ അജിൻ എന്ന ഇന്റർവ്യൂവറിന് എന്ത് തോന്നുന്നു? ഞാൻ കമന്റ് വായിക്കാറില്ല. തുടക്കം വായിക്കുമായിരുന്നു. അതാ ഇപ്പം പറഞ്ഞ പോലെ തുടക്കം വായിക്കുമായിരുന്നു. പിന്നെ മനസ്സിലായി ഇത് വായിച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഏതോനോ ഇരുന്ന് എഴുതുന്നു, നേരിട്ട് ചോദിക്കത്തില്ലല്ലോ ആരും. അങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസും ഉണ്ടായിട്ടില്ല. വെട്ടാൻ വന്നിട്ടുണ്ട്. ശരിക്കും ഒരു ഇന്റർവ്യൂ കണ്ടിട്ട് ഒരാൾ കൊട്ടേഷൻ കൊടുത്ത് കുറച്ച് ടീമുകൾ വന്നു. അന്ന് നമുക്ക് നമ്മുടെ പിള്ളേരുണ്ടായിരുന്നു കൂടെ, അത്രേ ഉള്ളൂ. അടിപൊളി അവതാരികയ്ക്കല്ലേ ഒരു കഴിവുണ്ട് ശരിക്കും കേട്ടോ, മിടുക്കി. അപ്പൊ നമ്മുടെ വരും ഇന്റർവ്യൂകളിൽ ട്രിവാൻഡ്രം ബേസ് ചെയ്തല്ലേ നമ്മളൊരു അവതാരികയെ നമ്മളിവിടെ പ്ലേസ്മെന്റ് ചെയ്യുവാണ്. താങ്ക് യു സോ മച്ച്. ഈ ഫ്രീ ടൈമിൽ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്തുവാ? കിടന്നുറങ്ങുക, റീൽസ് കാണുക, വായി നോക്കുക. ആരെ? ഹായ് അപർണ. ഹായ്. ഒരു വാർത്ത சொல்லட்டுமா? சொல்லுங்க. இங்க எவ்வளவு அழகு. Thank you. நான் ஏதோ சொல்லணும்னு நீங்க எதிர்பார்க்கீங்களா? ஆமா. என்ன எதிர்பார்க்கீங்களா? இங்க ரொம்ப நாளா இருக்கு. என்ன? புரியல. இங்க எவ்வளவு அழகு. Thank you. மனசால உன்னை பிடிச்சு. எந்த மாதிரி பொண்ணு தான் உங்களுக்கு லைஃப்ல வேணும்? நல்ல ஜோலியா இருக்கா? ஜாலியா இருக்கேன். நல்ல கியூட்டா இருக்கா? நல்ல மனசு உள்ளதா இருக்கா? பாசம். பாசம். உங்க இல்ல, எனக்கு அவ்வளவு ஒண்ணும் இல்ல. எந்த உள்ள? இல்ல, எனக்கு அவ்வளவு ஒண்ணும் இல்ல. நல்ல பையனா இருந்தாலே போதும். இந்த காலத்துல எப்படிதான் வந்து நல்ல பையனை கிடைக்கிறது? ஐ மீன் அந்த மாதிரி ஸ்மோக் பண்ணாம ட்ரிங்க் பண்ணாம ஒரு பையனை கிடைக்கிறதே பெரிய விஷயம் எனக்கு. கிடக்கு. நோ நோ. ஆனா எனக்கு உங்களை வேணாம். உங்களை நான் அண்ணன் மாதிரி பாக்குறேன். நோ அண்ணன். அக்கா. അക്കാന്ന് പറഞ്ഞ പെങ്ങളാണോ? ചേച്ചിന്നാണോ? ലവ് ഉണ്ടോ? പാവി വിളിച്ചിട്ട് ചോദിക്കാം ലവ് ഉണ്ടോന്ന്. ഉണ്ടോ? ഇല്ല, എനിക്കത് പറയാൻ താല്പര്യമില്ല. അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് എന്തോ അല്ലേ?
അത് പറഞ്ഞിട്ട് ഇവിടെ പക്ഷെ ഏറ്റവും കൂടുതൽ ഗേൾസ് ആണല്ലോ ആണുങ്ങളെ ചതിക്കുന്നത്. അതെന്താ കാര്യം, റീസൺ എന്തുവാ? എനിക്കറിയാൻ പാടില്ല. ചില പെണ്ണുങ്ങളുണ്ട് കാശ് കണ്ട ഓടിപ്പോന്ന്. എനിക്ക് ഇന്നൊരു മനസ്സിലാവുന്നില്ല ലുക്ക് കണ്ട ഓടിപ്പോന്ന്. ഇപ്പോഴും അങ്ങനത്തെ പെൺപിള്ളേരുണ്ട് എന്നുള്ളതിലാണ് വിഷമം. ഇപ്പം ലോങ് ഡിസ്റ്റൻസ് ബോയ് ഫ്രണ്ട് ആയിരിക്കും, വേറെ ബോയ്സിനോട് ഡേറ്റ് ചെയ്യുക പോയിട്ട് അങ്ങനെയൊക്കെ. ഫ്രണ്ട്സിൻ്റെ കൂടെ പോണത് വേറെ ചേട്ടാ, ഡേറ്റ് ചെയ്യുന്നത് വേറെ. അത് ബാഡാണ്. എന്ത് ഭാഗ്യവാനായിരിക്കും അപർണയെ കിട്ടുന്ന ഒരാളല്ലേ. ഞാൻ കെട്ടുമെന്ന് ആദ്യം തീരുമാനിച്ചിട്ടില്ല. അത് നിങ്ങളുടെ ഈ ഏജിലുള്ള ഒരുപാട് പിള്ളേർക്ക് ഈ കല്യാണത്തോട് താല്പര്യമില്ല. ചേട്ടാ എനിക്ക് താല്പര്യമില്ല. എനിക്ക് 17-18 ഭയങ്കര താല്പര്യമായിരുന്നു കല്യാണം കഴിക്കണം. അയ്യോ കല്യാണം വെച്ചാൽ എന്താ വേറെ സംഭവമാതിരി. പക്ഷെ എനിക്കിപ്പം അതെന്താ സംഭവം, എന്തുവാ പേടിയാ. എന്തായാലും എല്ലാവിധ ആശംസകളും. ഇനിയും ആഗ്രഹിച്ചതുപോലെ തന്നെ സിനിമകൾ കിട്ടട്ടെ കേട്ടോ. ഈ ഒരു സന്തോഷം വിടാതെ ഇങ്ങനെ തന്നെ പോകണം. താങ്ക് യു. ബൈ ഗൈസ്.